Hey guys, welcome back to our channel. चार्ली की कौन नए पार्ट के साथ आ गए हैं यार। तो हम लोगों को पता लगा कि जो टेसा है वो तो बिल्कुल चार्ली के पीछे पागल है, उससे मिलना चाहती है बट वो हो ही नहीं पा रहा है। मतलब चार्ली आगे आगे भागी जा रहा है और टेसा उसके पीछे भागी जा रही है। वही बाकी देखते हैं कि पार्ट कैसा होता है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। ये कौन आ गया? ये कौन सो रहा है? चोर तो नहीं? हेलो 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 उसको लग रहा है फोन आ रहा है। हेलो हेलो ഒന്ന് ഹോൾഡ് ചെയ്യണേ हेलो ओए ये तो वही है सुन्नी। चोर है जो। हाँ നിങ്ങളല്ലേ അല്ലേ എടോ നിങ്ങളല്ലേ ആ കള്ളൻ ഞാനൊന്നുമില്ല अरे यार मैं तो खुश हो गया। ഡോ उसको खाना भी खिला रही है। वाह यार शानदार। ഞാനല്ലേ हाँ ये तो मैं हूँ। എന്റെ സാറ് अब यार अടിപൊളി, उसके बाद നന്നായിട്ട് सुनो വെച്ചിട്ട് यार കൊള്ളാട്ടാ. क्या हुआ ഈ था, സാധനം क्या ഇപ്പൊ देखा എവിടെയാണ് था उस घर में? ഈ നൂഡിൽസ് ആണ് സത്യം ചേച്ചി. അന്ന് കണ്ട പിന്നെ ഞാൻ കണ്ടിട്ടില്ല. अरे ചേച്ചി വരച്ചത് നല്ല കഴിവുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കണ്ടല്ലോ. കഥ ഇവിടെ തീരുക, ഇതിന്റെ ബാക്കി ഇതിലില്ല. ഇല്ലേ इसको कितनी വേറെ പോയി curiosity ഇപ്പൊ है തപ്പിട്ട് ना? തരാന്നേ. ഇത് ഇപ്പൊ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ആഹാ ഡോ. അറിയില്ലല്ലോ. അതിവിടെ ഇല്ല. ഇല്ലേ तू बता ना, तू खुद क्यों नहीं बता रहा? ബാക്കി എന്താ ഉണ്ടായേ? हाँ क्या देखा? हाँ ഞാനാണ് ആദ്യം കയറിയത്. हाँ फिर वो आया സാറ് പുറകെ ഉണ്ടായിരുന്നു. चार्ली। ओए कोई सुसाइड हाँ। करने लगा। നമുക്ക് പോവാം. ഇല്ല സാറേ, പോവാ സാറേ. हाँ വേണ്ട പോവാ സാറേ, പോവാ. ഇത് ശരിയാവൂല. സാറേ പോവില്ല സാറേ. വേണ്ട. ओए 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 बच गया क्या? बच गई, लड़की है। हाँ अरे भाई वो सुन्नी बेचना बैठा है। इससे फिर बड़ा स्टेप क्यों ले रही थी? वो मरना चाह रही है। उसने जान चाहिए और वही क्या? और उसने बाइक में बैठ के भाग गई। ये पागल बात है क्या? സാറേ സാറേ വേണ്ട. वही ആ ചാവാൻ പോയ പെങ്കൊച്ച് ചേച്ചിയാണാ? ओ यार അല്ലല്ലേ. नहीं तो यार कहीं ये രാത്രി ആയതുകൊണ്ട് ശരിക്കും മുഖം കാണാൻ പറ്റിയില്ല. കൊള്ളാട്ടാ. ആ വീട് എവിടെയാ? ഏ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഇന്ന് രാത്രി പറ്റില്ല. ഇന്ന് രാത്രി എനിക്ക് ഒരു ഗൾഫാൻ്റെ വീട്ടിൽ പോലെ. നാളെ പോവാം, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. രാത്രിയല്ല, ഇപ്പൊ. പകലോ? അയ്യോ പകലോ എനിക്ക് വഴിയേറ്റും ചേച്ചി. रात में। अरे यार चश्मे पहन के देखा। हाँ, अरे यार crazy। ഇതാണ് ചേച്ചി, ഉറപ്പാ ഇതന്നെ. താങ്ക്സ്. അതല്ല ഇതാ ചേച്ചി. ചേച്ചി സാറിനാരാ? पता ही नहीं, खुद को ही नहीं पता। बस ये मुस्कुरा रही है यार। मतलब क्या? നിങ്ങൾ രണ്ടുപേരും അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടായി. ഹലോ, നീ എവിടെയാ? उसकी मम्मी है ना टेसा की। ഹലോ ഹലോ. ये अंकल कौन है आप? यार ये हो क्या रहा है इस मूवी में? सारा कुछ हो रहा है। ഞാൻ വിളിക്കാം. अच्छा നീ എന്താ ഫോൺ എടുക്കാഞ്ഞ? അയ്യോ ഓക്കെ. ഷാഹിന, എടാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അതിന്റെ വൈഡും കൂടി എടുത്ത് ക്ലോസ് ചെയ്തു. നീ എന്തിനാ കനിയുടെ വീട്ടിൽ പോയെ? ചാരപ്പണിയൊന്നുമല്ല,
പത്രക്കാർ ഒരുപാട് കയറിയിറങ്ങിയ വീടാ അത്. അത് ഞാൻ ആ കഥയുടെ ബാക്കി ഒരു കഥയും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളും. നിന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്താ അതിലുള്ളേ? वही तो എന്നെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. ओए ये बच्ची कौन है? मुझे लग रहा है वही है। वही तो है ये, सुसाइड कर रही थी ना? वही। हाँ, उसको भी ऐसे हो गई, ये कौन है? ഹായ്, ഐ എം ടെസ. നിങ്ങൾ പോയി കളിച്ചോ. അവിടെ പോയി കളിക്കാം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീട്ടിൽ പോയിരുന്നു. പത്രത്തിൽ നിന്നാണോ? ओए പത്രക്കാരൊന്നും അറിയാത്തൊരു കാര്യം നടന്നിട്ടില്ലേ കനിയുടെ ലൈഫിൽ? ओए यार, കഴിഞ്ഞ ന്യൂ ഇയറിന്റെ അന്ന് पिछले न्यू ईयर के दिन इसने ये काम करना शुरू किया। ആ രാത്രി പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഈ കഥയിലില്ല. കനിയേ, ആ സഭാനും മൂന്നാല് അവന്മാരും കൂടെ തന്നെയുടെ കാര്യം പറഞ്ഞ് ഉസ്മാനെ പോയി ചീത്ത വിളിച്ചെന്ന്. ഇതൊക്കെ അവനെ ഒന്ന് വിളിച്ച് പറയാമെന്ന് വിചാരിച്ച അവൻ ഏതാണ്ട് മാണിക്കം തപ്പി നടക്കുകയല്ലേ. തോന്നുമ്പോ വരിക, തോന്നുമ്പോ പോവുക. നീ വരട്ടെ. ഏതായാലും തന്നെ പുറത്തോട്ടൊന്നും കളിക്കാൻ പറ്റില്ല. ഇതാരാ? മനസ്സിലായി മനസ്സിലായി, കൂട്ടുകാരിയല്ലേ? എനിക്ക് മനസ്സിലായി. वो दादू तो उनके घर ആ, पे थे। അപ്പൊ 2 ദിവസം ഉണ്ടാവുമല്ലോ? नहीं कोई और। ഉണ്ടാവണം, അതാ ഇവിടുത്തെ നിയമം. കളിക്കുന്ന കൊള്ളാം. പിള്ളേരെ പുറത്തോട്ടൊന്നും പോയേക്കരുത് കേട്ടോ. ആ ഈ കഥയുടെ ബാക്കി അന്വേഷിച്ച ഒരാള് എത്ര ദൂരം വരുമെന്ന്. കഥയല്ല, കഥ എഴുതിയ ആളന്വേഷിച്ചു. अच्छा, कहानी लिखने वाले को यार, शायद कहानी कुछ तो आप बोले यार। ये मूवी बहुत अलग है, अभी तक जितनी मूवी देखी है। बहुत suspense बढ़ता ही जा रहा है। ആ ഉണ്ടാക്കിയ മക്കൾക്ക് വേണ്ടാത്തതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് കിടക്കുന്നത്. എന്നാ വായിക്ക് രുചിയുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നെ എന്നാ കുഴപ്പം? എന്റെ സുധാകര, നാളെ തന്നെ പോത്ത് വെച്ചുകൊണ്ട് കുളിപ്പിച്ചേക്കാം പോരെ? അല്ല, बीफ खाएंगे। ഉരുളയിട്ട് ബീഫ് കണ്ട ഹാർട്ട് അടിച്ചു പോകുന്ന ആളാ. അല്ല, മോൾ കുക്ക് ചെയ്യോ? അയ്യേ, ഇതൊക്കെ എന്നാ പഠിക്കുന്നത്? നല്ല ഫുഡ് ഉണ്ടാക്കി ചെറുക്കന് കൊടുത്താലേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്ട്രോങ് ആകത്തുള്ളൂ. അതാ അതിന്റെ ഒരു സൈക്കോളജി. ഞാൻ മാരീഡ് അല്ല. റിയലി? സെയിം പിച്ച്. ഞാനും अरे മാരീഡ് അല്ല എന്ന് പറയുമ്പോ ആളെ കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ? എവിടെയാ? പട്ടാളത്തിലാ? ഞങ്ങൾക്കൊക്കെ ഗോതമ്പ് കഞ്ഞി വന്നേറ്റേ നിങ്ങൾ അവിടെ ഇരുന്ന് സൂപ്പ് अरे പോടാ, 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 പോടാ. ഇത് നമ്മുടെ സ്വന്തം കൊച്ചാ. ആയ കാലത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ടൊരു കൊച്ചുണ്ടാകത്തില്ലായിരുന്നു. अरे यार, പട്ടാളത്തിലല്ലായിരുന്നു, കെട്ടാൻ സമയം കിട്ടണ്ടേ? പിന്നെ അവിടെ എന്തും വെടിവെപ്പല്ലായിരുന്നു. कैसे टांग खींच रहे हो? അതെ, ഈ കുഞ്ഞപ്പച്ചേട്ടനെ ഒരു മറിയാമ്മയോട് വലിയ പ്രേമമായിരുന്നു. സാല, പേര് മാറ്റി പറഞ്ഞ ഐ വിൽ ഷൂട്ട് യു. മറിയാമ്മ അല്ല, ത്രേസ്യ. ചക്കുപരക്കൽ ത്രേസ്യ. ത്രേസ്യയെങ്കിൽ ത്രേസ്യ. ആ അതെ, നമ്മുടെ വീട് ആറ്ററമ്പത്തായിരുന്നു. അപ്പൊ അക്കരെയായിരുന്നു ത്രേസ്യയുടെ വീട്. ആ, ഇനി പറഞ്ഞോ പറഞ്ഞോ. ഓ, ഒരു മഴക്കാലത്ത് കുഞ്ഞപ്പച്ചേട്ടൻ അങ്ങ് പ്രേമം മൂത്തു. എടാ ചാക്കോ, ഒരു കാര്യം പറയാൻ പറഞ്ഞ ഇങ്ങനെയാണോ പറയുന്നത്? अंकल कितने क्यूट तो लग रहे हैं। അതായത് ഈ മഴയാണല്ലോ वो तो പ്രേമം, है। പ്രേമമാണല്ലോ മഴ. ഇതങ്ങോട്ട് പെയ്തങ്ങ് കേറി. ആ, ഇനി ആരെങ്കിലും ബാക്കി പറഞ്ഞോ? ഇനി എന്താ പറയാനാ? മഴയെല്ലാം കഴിഞ്ഞ് ഇങ്ങേര് ആറ് നീന്തി കയറി അക്കരെ ചെന്നപ്പം ത്രേസ്യ കിടന്നിടത്ത് ഒരു കൂടോ കംപ്ലീറ്റ് വെള്ളമായിരുന്നു. കാലം തെറ്റിയ മഴയല്ലേ, നല്ല പെയ്ത്തായിരുന്നു. ഒന്ന് തോർന്നിട്ട് എന്ന് പ്രേമം പറയാമെന്ന് വെച്ച് അക്കരെ ചെന്നപ്പോ ത്രേസ്യയുടെ വീട് വെള്ളം കൊണ്ടുപോയി. बहुत गलत हुआ। ഉള്ളത് പെറുക്കിയെടുത്ത് അവര് നാട് വിട്ടു. अच्छा, പോയത് എങ്ങോട്ടാന്ന് ആർക്കും ഒട്ട് അറിയാനും മേലായിരുന്നു. എനിക്കെന്ന് 16-17 വയസ്സല്ലേ ഉള്ളൂ. കുറെ തപ്പി നടന്നു, പിന്നെ പ്രാരാബ്ധമായി, പട്ടാളത്തിൽ പോയി. അങ്ങനെ അങ്ങനെ ഇവിടം വരെ എത്തി. ത്രേസ്യയോട് ഐ ലവ് യു എന്ന് പറയാൻ വേണ്ടി ഇപ്പോഴും കെട്ടാതെ ഒറ്റക്കാലിൽ അങ്ങനെ നിൽക്കുക. നിൽക്കൂടാ, നിൽക്കും. ഇനി ഒരു ജന്മം ഉണ്ടേ അപ്പോഴും നിൽക്കും. അതാ പ്രേമത്തിന്റെ ഹിക്കുമത്ത്. ഇതുവരെ കണ്ടില്ലേ? ഓരോ ലീവിന് വരുമ്പോഴും അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കും. എവിടെ കിട്ടും? वही तो।
പിന്നെ തിരിച്ചങ്ങ് പോവും. എടാ, പ്രേമം എന്ന് പറഞ്ഞാലേ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന സാക്ഷാൽ കാറൽ ബാക്സ് പോലും പറഞ്ഞിരിക്കുന്നു. അതൊന്നും ഇവിടെ ആർക്കും പിടികിട്ടത്തില്ല. പക്ഷെ നിങ്ങക്ക് പിടികിട്ടില്ലേ? ഈ കാത്തിരിപ്പിന്റെ ഒരു പെയിനില്ലേ, അതൊരു സുഖ അല്ലേ? ഹലോ ഹലോ ആ എനിക്ക് കേക്കാം, പറ. ഡീ നീ പറയുന്നൊന്നും കേക്കാൻ മേല. രാവിലെ തൊട്ട് ഞാൻ വിളിക്കുക. നിന്റെ അമ്മയും ജോർജിയെ കാണാൻ വന്നിരുന്നു. ആ എന്നിട്ട് ഹലോ ഹലോ നീ എവിടെന്ന് അവര് ചോദിച്ചു. ഹലോ ഹലോ ഇവിടെ ഫോണിന് റേഞ്ച് കുറവാ. ഓ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടെസ, ആ നാളെ രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോണം. ഓക്കെ. ये बताएगी, वही बताएगी क्या क्यों था स्टोरी का वो। ബൈക്കിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട, പോയേ. താങ്ക്സ്. എത്ര നാളായി ബൈക്ക് ഓടിക്കുന്നു? കോളേജിലൊക്കെ ഇതിലാ പോയിരുന്നു. പപ്പാജിയുടെ വണ്ടി. अब इसके पापा नहीं है। അന്ന് രാത്രി ബൈക്ക് എടുത്തിട്ട് എവിടെയാ പോയത്? കുഞ്ഞപ്പൻ ചേട്ടൻ പറയും, അയാൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. अच्छा, अब कहाँ जा रहे हैं? എന്നാ പോക്കായി പോന്നെ? അവൻ നിന്നെ കളിയാക്കി വണ്ടി എടുത്തോ 100 കൊളുത്തു വന്നു വേണ്ടേ? രണ്ടെണ്ണം അടിച്ച് കരിപ്പായന്റെ ചേട്ടന്മാർ വിട്ടു. अरे यार, अब इसे कैसे बात करेगा, कैसे बनाएगा? അതെ, ഒരു സോറി പറയാൻ വന്ന. മരിക്കാൻ പോയ ഒരാൾ അയാളുടെ പെർമിഷൻ ഇല്ലാത്ത അറിഞ്ഞാൽ ശരിയല്ലെന്നായി. അതുകൊണ്ട് ഐം സോറി. ഇനി നേരിട്ട് വിളിച്ചു. अब क्या हो गया? अभी चल ही नहीं रही है। കുറച്ച് സ്നേഹത്തോടെയൊക്കെ ചവിട്ടിയാലേ സ്റ്റാർട്ട് ആവത്തുള്ളൂ. अरे कितने गुस्से में है। അതെ, ഈ തൂങ്ങിച്ചാവുകയും കടലിൽ ചാടുകയും ചെയ്യുന്നതൊക്കെ പഴയ സെറ്റപ്പാ. നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിച്ചാലോ? ओए, अभी रुक जाएगी। अरे मरना क्यों चाह रही थी? എന്നാ ചവിട്ടാ? अरे यार, കിഡ്നി ബ്രെയിനിൽ കയറിപ്പോയി. ഇനി തിരുമ്പി ഇറക്കണം. यार कितना बढ़िया है चार्ली, कितना बढ़िया बनता है। അതെ, ഇടിവെട്ടി അവനെ പാമ്പ് അടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? മിക്കവാറും അതിപ്പോ നടക്കും. എന്നപ്പോ അതൊക്കെ റിവേഴ്സ് ഗിയർ ഇട്ടാലോ? നമ്മക്കാണി അഞ്ചെണ്ണത്തിന് ഇടിച്ചിടാനും സ്ലോ മോഷൻ നടക്കാനോ ഒന്നും അറിയാൻ മേലേ. വാ, ഇവിടെ നിൽക്കണ്ട, വാ. ये पीछे पीछे है क्या? सही को गड़बड़ है। അതെ, ഞങ്ങൾക്ക് വഴി തെറ്റി ചേട്ടാ. കാഞ്ഞിരമറ്റത്തേക്ക് എങ്ങനെ പോവാ? അത് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. खा गया। അപ്പൊ ശരി. ശരി ഏട്ടാ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അടിപൊളി. അയ്യോ, പോവാന്നോ? പ്രായപൂർത്തിയ ഒരു പുരുഷൻ ഒറ്റക്കാക്കിട്ട് പോവല്ലേ? ഇവിടെ നേരെ പോയി അങ്ങ് അപ്പുറത്ത് ഇറക്കിയാൽ മതി. തൊട്ടടുത്താ ഒരു 150 കിലോ. പട്ടവട. ഗെറ്റ് ഡൗൺ. गुस्से में है ये। यार कितना क्यूट है चार्ली यार। तो उसको बचाना चाहता है वो। क्या हो सकता है? इतना गुस्सा। വേട്ടക്കാരനെ കണ്ടിട്ടുണ്ടോ? ഓറിയോൺ. ഏതായാലും ചാവാൻ പോവില്ലേ, ചുമ്മാ നോക്കിക്കോ. നൈസാ, നോക്കിക്കോ. क्या दिखा रहा है शिकारी? वाव, कितना बढ़िया है चार्ली മീശപ്പുലി यार। മലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? जादू
मशरूम ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാലം കൊടുക്കും. सही में यार एक्चुअली താൻ ആരാണെന്നോ തന്റെ പാസ്റ്റ് എന്താണെന്നോ എന്തിനാണ് ആത്മഹത്യ ശ്രമിച്ചതെന്നോ എനിക്കറിയില്ല. അതെ ഇതുവരെ കഴിഞ്ഞില്ലേ കുറ്റി കളിക്കാതെ വീട്ടിൽ പോ. എന്നാ തെറിച്ചാലോ? ഹലോ സാറേ ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഇയറാ. വയ്ക്കോ पहला नया साल है വാ കീർ. जा यार മരിക്കാൻ തീരുമാനിച്ച ആൾക്ക് എന്റെ കൂടെ പോരാൻ പേടിയാണോ? വാ. वही कितने से मना रहा है कितना बढ़िया बंदा है ദാ പോണ് സാറേ. ആര് വണ്ടി ഓടിക്കണമെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ. വാ കീർ. മനസ്സ് ശാന്തമില്ലെങ്കിലേ ഹൈ റേഞ്ചിൽ വണ്ടി ഓടിച്ചാൽ ശരിയാവത്തില്ല. കേറ്. यार बात ही गई वाह यार चालीस किससे बोलता है कोई भी फ्रेंड हो जाए यार കണ്ണൻ ചേട്ടാ என்னம்மா 2 ചായ. நான் தரேன். റോസി പാപ്പ ഉടമ്പെല്ലാം എപ്പടി ഇருக்கு? ചാച്ചാ ഇവിടെ ആരും എന്റെ പാസ്റ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. കൂടെ പഠിച്ച ആളായിരുന്നു. ഒരു ദിവസം അവൻ വന്ന് പറഞ്ഞു അവൻ FRCS കിട്ടി ലണ്ടനിൽ പോണമെന്ന്. ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്നൊക്കെ. കരിയറിസ്റ്റായ ഒരാളെ നമ്മൾ നിരാശപ്പെടുത്തരുതല്ലോ. ചെയ്യുന്നൊരു ഓപ്പറേഷൻ ആയിരുന്നു. മനസ്സ് പാളിപ്പോയി. 10 വയസ്സുള്ളൊരു കുട്ടിയുടെ ജീവൻ എന്റെ കൈകൊണ്ട്. പത്രത്തിലും ടിവിയിലൊക്കെ വലിയ വാർത്തയായി. ഞാനന്ന് 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ആ ഒരു ഡിപ്രഷനില് അതും നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും അതിന്റെ ഒക്കെ അപ്പുറത്തല്ലേ ജീവിതത്തിന്റെ ഫേറ്റ്. അന്ന് അയാൾ എനിക്ക് തിരിച്ചു തന്നത് പുതിയൊരു ജീവിതം മാത്രമായിരുന്നില്ല. അവിടെ ചെന്നാ കാപ്പി കിട്ടും. കാപ്പി അമ്പളി ഉന്നത്താണെന്റെ. അത് ശരി എല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് പോവാൻ പോവാന്നോ? ആഹാ കുഞ്ഞപ്പം കണക്കും പറയാൻ തുടങ്ങി. തോന്നുമ്പോ വരിക തോന്നുമ്പോ പോവുക അതാണല്ലോ നിന്റെ കണക്ക്. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ശരിക്കും മുറുക്കിക്കോ. ഇല്ലേ കഴിഞ്ഞ അവിടത്തെ പോലെ ഇടിച്ചമന്തില്ല. और क्या है ये मतलब यार चार्ली में कुछ तो बात है लिटरली कुछ तो बात है चार्ली में वो सबको खुश कर देता है यार एग्जैक्टली और हमने देखा कि कैसे वो लड़की सुसाइड करने वाली है। लाइक हमें बैक स्टोरी का कुछ नहीं पता था कि क्या हुआ उस टाइम पे, बट अब हमें पता लगा कि चार्ली ने किसी की जान बचाई थी और वो लड़की बहुत ज्यादा डिप्रेस थी और चार्ली की वजह से अब वो दोबारा से लाइक खुशी खुशी रह रही है। वही लिटरली चार्ली में कुछ तो बात है यार। बाकी देखते हैं कि इसका अगला पार्ट कैसा होता है। तो गाइस यही था हमारा रिएक्शन। आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए और अगर इस चैनल पे नहीं तो सब्सक्राइब। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हो। तो मिलते हैं एक और नई वीडियो के साथ, तब तक के लिए बाय।